പിടിക്കുന്നു. തളലെ ചേച്ചിമാരെ തളലെ തളലെ ഹലോ 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 രാജീവ് ലെവൽ കുറയ്ക്കുവോ ഇത്തിരി? ഹലോ ഹലോ
ഈ പ്രതിഷേധ പ്രകടനത്തിനെത്തിയ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കിഷോർ, അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ, മഹിളാ മോർച്ച ഭാരവാഹികൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി നമ്മുടെ കേരളക്കരയിലെ അമ്മമാരുടെയും പെണ്ണന്മാരുടെയും എല്ലാവരുടെയും ഒരു മാനം കാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി അധ്യക്ഷനായി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രസാദ് ക്ഷണിച്ചുകൊള്ളുന്നു. എന്താണ് കൈമുക്ക് എനിക്കൊന്നും കാണില്ല ഇറങ്ങാണ്ട് പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷയും പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷമായിട്ടുള്ള ശ്രീമതി സി ദേവി അവർ, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി ഉഷ ബാലചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി സുമലതാ മുരളി, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി സുരാജൻ, മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ, പ്രവർത്തകരെ എല്ലാവർക്കും ഇന്ന് കേരളത്തിലെ അമ്മപെങ്ങന്മാർക്ക് റോഡിലടഞ്ഞ് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുന്നു. ഇവിടെ പാലക്കാട് എം എൽ എയെ ഭയന്നുകൊണ്ട് ഇവിടുത്തെ അമ്മപെങ്ങന്മാർക്ക് ജീവിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കാട്ടുകോഴിയായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ എം.എൽ.എ. എന്ന് പറയുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഹൂ കെയേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഹണി ഭാസ്കർ എന്ന് പറയുന്ന സഹോദരി പരസ്യമായി രംഗത്ത് വന്നു. അതിനെ തള്ളിക്കളയാനോ അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല. ഇവിടെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സമാധാനത്തോടുകൂടി രാത്രി ഉറങ്ങാൻ സാധിക്കണം. ഇവിടെ രാത്രി 10-11 മണിക്ക് ശേഷം ഇവർക്ക് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം രാത്രിയായി കഴിഞ്ഞാൽ പുള്ളി ഓൺലൈനിലാണ്. രാത്രിയായി കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ ഞങ്ങൾ ആലോചിക്കുന്നത് എവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ സമയം ലഭിക്കുന്നതെന്നാണ്. ഇവിടെ പാലക്കാട്ടെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ സാധിക്കണം. ഇനിയും ഇത്തരം കഴിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എം.എൽ.എ. സ്ഥാനം രാജിവെച്ചേ പറ്റൂ. കോൺഗ്രസിന്റെ എം.എൽ.എ. സ്ഥാനം രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമല്ല. ഇവിടെ അദ്ദേഹം എം.എൽ.എ. സ്ഥാനം ഒരു പൊതുപ്രവർത്തകനും, കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനും ഇന്നേ വരെ ഇത്രത്തോളം ഒരു തരം താഴ്ന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. ഈ ഒരു കാട്ടുകോഴിയെ ഇനി പാലക്കാടിന് ആവശ്യമായിട്ടില്ല. ഇദ്ദേഹത്തെ മുറുക്കുമരത്തിൽ തളയ്ക്കേണ്ട സാഹചര്യമാണുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് മുറുക്കുമരത്തിൽ കയറ്റുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിൽ സഹിക്കുവാൻ പാലക്കാടൻ ജനത തയ്യാറല്ല. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായാണ് ഇന്ന് നമ്മുടെ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നിട്ടുണ്ട്. ഇത് അവസാനത്തെ പ്രതിഷേധമല്ല. ഇവിടെ ബിജെപിയുടെ പ്രതിഷേധങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പാലക്കാടിന്റെ എം എൽ എ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഇനിയും ഇത്തരത്തിൽ പെണ്ണുപിടിയനായ ഒരുത്തനെ ഇത്തരത്തിലൊരു സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലായിരുന്നു. പാലക്കാടിന് ഒരു പെണ്ണുപിടിയനായ എം.എൽ.എ. ഇവിടെ ആവശ്യമായിട്ടില്ല.
പ്രവർത്തകർ ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് MLA ഈ പെണ്ണുപിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ, ഈ കാട്ടുകോഴി രാജിവെക്കുന്നതുവരെ BJPയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവർ പോലീസിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇപ്പോൾ MLA ഓഫീസിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അവർ മുദ്രാവാക്യങ്ങൾ തള്ളിന് അതിൽ വീഴും. സപ്പോർട്ട് കൊടുക്കും, സപ്പോർട്ട് കൊടുക്കും, സപ്പോർട്ട് കൊടുക്കും. जय BJP രാജീവ് ഞങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. വേറെ സംഗതി പറഞ്ഞു